പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. ഹലോ കിഷോറേട്ടാ. പറയൂ. അർജുൻ എവിടെ പോയതാന്ന് ചേട്ടനോട് പറഞ്ഞായിരുന്നോ? അർജുൻ മാത്യു ഡോക്ടറുടെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ പോയി. വെറുതെ പറയുന്നത്? വെറുതെ അല്ല, ഞാൻ അർജുനെ വിളിച്ചു പറഞ്ഞത് മാത്യു ഡോക്ടറിനെ പോയി കാണാൻ. എന്തു പറ്റി? ഒന്നുമില്ല, ഞാൻ പിന്നെ വിളിക്കാട്ടോ. അർജുൻ ജോലിക്ക് പോയതേട്ടത്തി. ഒരെണ്ണം അങ്ങ് തന്നാണ്ടല്ലോ. വെറുതെ വായി തോന്നി വിളിച്ച് പറയാൻ നടക്കുന്നവള്. എടി, നിന്നെ തല്ലി തല്ലി എന്റെ കൈ വേദനിക്കാൻ തുടങ്ങി. എന്നിട്ട് നിനക്കൊരു മാറ്റമില്ലല്ലോ. നാണോ ഇല്ലാത്ത സാധനം. സമാധാനായില്ല. കിഷോറേട്ടൻ ചിലപ്പോ കള്ളം പറഞ്ഞാണെങ്കിലോ? അഞ്ജു, അടുത്ത ഐഡിയ വിളിച്ചാൽ മതി. ചീത്തപ്പേരുണ്ടാവുമ്പോ അഞ്ചു പറഞ്ഞത് സത്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. തിരുവനന്തപുരത്ത് വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും തുടരുന്നു. പലയിടങ്ങളിലും ഗതാഗതം സ്തംഭിച്ചു. വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ചെറിയ കുന്നിൻ ചെരുവുകൾ ഇടിഞ്ഞു വീഴാൻ തുടങ്ങിയതോടെ ചെളിയും പാറക്കല്ലുകളും പല പ്രദേശങ്ങളിലും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തോ? ഇവിടല്ലേ കുഞ്ഞമ്മ പോയിരിക്കുന്നേ? തലസ്ഥാന നഗരിയെ പിടിച്ചുലച്ച പറ്റിക്കാണോ? കുഞ്ഞമ്മ വിളിച്ചു നോക്കിയാലോ? അത് കറക്റ്റ്, ഒന്ന് വിളിച്ചോക്ക്. നോട്ട് റീച്ചബിൾ. അയ്യോ, ഇനി കുഞ്ഞമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിക്കാണോ? ഒന്നോട്ട് വിളിച്ചോക്കട്ടെ. അത് തന്നെയാ പറയുന്നേ. എടി, നിന്നോടൊക്കെ പല പ്രാവശ്യം പറഞ്ഞില്ല എന്റെ ഫോൺ എടുത്ത് കളിക്കരുതെന്ന്. അമ്മ, ഈ ന്യൂസ് നോക്കിയേ. അയ്യോ, അങ്ങോട്ടല്ലേ ത്രിവേണി പോയിരിക്കുന്നേ? ഇത് കണ്ടപ്പോ തന്നെ കുഞ്ഞമ്മ വിളിച്ചു. പക്ഷെ നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നേ. അയ്യോ, നോട്ട് റീച്ചബിൾ തന്നെ പറയുന്നേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? കുഞ്ഞമ്മയുടെ ഫ്രണ്ട്സിന്റെ ആരുടെ നമ്പർ ഉണ്ടെങ്കിൽ വാണിയമ്മ വിളിച്ചു നോക്ക്. ഹലോ, മോളെ, ഞാൻ ത്രിവേണിയുടെ ചേച്ചിയാ. അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നിങ്ങൾ ഒന്നിച്ചല്ലേ പോയത്? ഹലോ 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 ഒന്ന് കേക്ക്. ഹലോ, കട്ടായി. ഒന്ന് കേക്കുന്നില്ല പറയുന്നത്. ത്രിവേണി പോയ സ്ഥലത്ത് മണ്ണിടിച്ചില്. അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ന്യൂസിൽ കണ്ടതാ ഇപ്പോ. ടെൻഷൻ അടിക്കണ്ട. അവള് ചിലപ്പോ റേഞ്ച് ഇല്ലാത്ത വല്ല സ്ഥലത്ത് നിൽക്കുകയായിരിക്കും. റേഞ്ച് കിട്ടുമ്പോ അവള് തിരിച്ചു വിളിച്ചോളും. അച്ഛനാ? ഹലോ അച്ഛാ. അവളിപ്പോ എന്നെ വിളിച്ചേ ഉള്ളൂ. ഏതോ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താന്നാ പറഞ്ഞേ. ഒക്കെ കുഴപ്പമൊന്നുമില്ല. ഇനി വിളിക്കുമ്പോ ഞാൻ അച്ഛനെ വിളിക്കാൻ പറയാം. ശരി അച്ഛ. അച്ഛനാകെ പേടിച്ചിരിക്കുക. ഞാൻ എന്താ പറയാ? നീ ടെൻഷൻ അടിക്കില്ല. ഇങ്ങനെ നീ ടെൻഷൻ അടിച്ച് ഓരോ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. ഇരിക്കി. പ്രകാശ് ഏട്ടാ, അർജുനെ ഒന്ന് വിളിച്ചു നോക്ക്. അവന് നോട്ട് റീച്ചബിൾ ആയിരിക്കും. ഇന്ന് ചുമ്മാതിരുന്നേ. രണ്ടും ഒന്നിച്ച് കാണുന്നേ.
നേരെ എത്രയായില്ലേ? അവളെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. പോവാൻ വിടണ്ടെന്ന് അമ്മ പറഞ്ഞതാ. ഞാനാ നിർബന്ധിച്ച് സമ്മതം വാങ്ങിച്ചു കൊടുത്തത്. ഞാനിനി അമ്മയോട് എന്തു പറയും? ഏട്ടത്തി, അച്ഛനെ അമ്മേനെ വിളിച്ച് കാര്യം പറഞ്ഞോ? വെറുതെ വിളിക്കുന്നൊക്കെ പറഞ്ഞ് അവർക്ക് കൂടി എന്തിനാ പ്രതീക്ഷ കൊടുക്കുന്നത്? തൽക്കാലം ഇപ്പം ആരും വിളിക്കാൻ നിൽക്കൊന്നും വേണ്ട. ന്യൂസിൽ കണ്ടല്ലേ, മണ്ണടിച്ചില് ആളഭയമൊന്നും ഇല്ലെന്ന്. ഇത് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ എന്തെങ്കിലും ആയിരിക്കുള്ളൂ. വിളിച്ചോളൂ. ആവണി, നീ പേടിക്കാതിരിക്കേ. മണ്ണിടിച്ചിൽ എത്രയോ പേരെ കാണാതായിട്ടുണ്ട്. വർഷങ്ങളായിട്ടും അവരെ പറ്റി ഒരു വിവരവും ഇല്ല. അതൊക്കെ മറച്ചു വയ്ക്കും. നീ അകത്തേറി പോയേ. വാ തുറന്ന നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ. നീ എവിടെ എന്ത് പറയണമെന്ന് അറിയില്ല. ഞാനൊരു കാര്യം പറഞ്ഞല്ലേ പ്രകാശ് ഏട്ടാ. ഏട്ടത്തി പേടിക്കല്ലേ, ഇവിടെ കൺട്രോൾ റൂമൊക്കെ തുറന്നിട്ടില്ലേ, നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങൾ വിളിച്ച് നോക്കിയായിരുന്നു കൊച്ചാ. എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വീണ്ടും വിളിച്ചപ്പോൾ ബിസിയാ. എല്ലാവരും വിളിക്കുമായിരിക്കും. പ്രകാശ് ഏട്ടാ, നിങ്ങൾ ഒന്നിങ്ങ് വന്നേ. ആ അർജുൻ ഒന്ന് വിളിച്ചു നോക്കുന്നു. ഞാൻ എത്ര നേരമായി പറയുന്നത്? രണ്ടും ഒന്നിച്ച് കാണുന്നു. റൂമൊന്നും വേക്കൻ്റ് അല്ലല്ലോ സർ. അയ്യോ അങ്ങനെ പറയല്ലേ. ഞാൻ കുറേ സ്ഥലത്തൊക്കെ ഇറങ്ങിയിട്ട് ഇവിടേക്ക് എത്തി. വൈഫിനാണെങ്കിൽ തീരെ സുഖമില്ല. ഒരു റൂം വേക്കൻ്റ് സർ. ആ ഒരു റൂം മതി. ഹസ്ബൻഡും വൈഫിനും ഒരു റൂം മതിയല്ലോ. ID കാർഡ് തരാമോ സർ? ഓക്കെ. ആ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഹണിമൂണിന് ഇറങ്ങിയതാ. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അതിനിടയ്ക്കാണ് ഈ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായേ. വെൽക്കം ടു ജോൺസ് വില്ല. ഫസ്റ്റ് ഫ്ലോറിലാണ് റൂം. താങ്ക്സ്. ചേട്ടാ, ലിഫ്റ്റ് ഉണ്ടോ? ലിഫ്റ്റില്ല മാം, ജനറേറ്ററിലാണ് ഓടുന്നത്. കറണ്ട് എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. കാലിന് വയ്യാത്തോണ്ടായിരുന്നു. ഞാൻ സപ്പോർട്ട് ചെയ്യാൻ എന്തിനു വേണേ? വേണ്ട, ഞാൻ നടന്നോളാം. ഈ ബാഗ് എടുത്താൽ മതി. ത്രിവേണി, നടക്കാൻ പറ്റുമോ? പറ്റും, ഞാൻ നടന്നോളാം.
കാണാൻ സീറോ സൈസ് ആണെങ്കിലും മുടിഞ്ഞ വെയിറ്റ് ആണല്ലേ. താൻ തന്നെ എടുത്തു നോക്കിയേ. എടുത്ത് പൊക്കിപ്പൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ അയാളുടെ മുമ്പിൽ വെച്ച് നാണം കണ്ടാന്ന് വിചാരിച്ചൊന്നും പറയാണ്ടിരുന്നതാ. അതിനെടുത്ത് പൊക്കുന്നില്ല. ഇനി വയ്യാത്ത കാലം വെച്ച് ഏഞ്ഞ് നടന്നാലും ഞാൻ മൈൻഡ് ചെയ്യാനേ പോണില്ല. ഞാനൊന്ന് നോക്കട്ടെ. ഞാനൊരു ഡോക്ടറാണോ? കാരണം ഇതിന് പറ്റുന്നുണ്ടോന്ന് അറിയാലോ. എന്നോടുള്ള ദേഷ്യം വെച്ച് വെറുതെ കാലിന്റെ വേദന സഹിക്കാൻ നിൽക്കണ്ട. ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ ത്രിവേണിനെ ഫോളോ ചെയ്ത് ബൈക്കിൽ വരാനും മണ്ണിടിച്ചിലുണ്ടാവാനും ഇവിടെ വരെ എത്താനും ഒക്കെ ഒരു നിമിത്തായിട്ട് തോന്നാം. പൊട്ടലൊന്നുമില്ല, ചെറിയ ഉൾക്കൊള്ളൂ. 3-4 ദിവസം റെസ്റ്റ് എടുത്താൽ മതി, ഓക്കെ ആയിക്കോളും. പൊട്ടലൊന്നുമില്ല, ചെറിയ ഉൾക്കൊള്ളൂ. 3-4 ദിവസം റെസ്റ്റ് എടുത്താൽ മതി, ഓക്കെ ആയിക്കോളും. ഞാൻ താഴെ പോയിട്ട് ബാൻഡേജ് അങ്ങനെ കിട്ടുമെന്ന് നോക്കിയിട്ട് വരാം. പിന്നെ ലഗേജ് കൊടുക്കണ്ടേ? എന്റെ ഫോൺ. താൻ എന്തിനാ കിതക്കുന്നേ? പിന്നെ ഈ ബാഗ് എടുത്തോണ്ട് വന്നതല്ലേ? ബാഗ് എടുത്തോണ്ട് വന്നപ്പോ പെട്ടെന്ന് വന്നല്ലോ. എന്നെ എടുത്തോണ്ട് വന്നപ്പോ കൊറേ സമയം എടുത്തല്ല. കൂടുതൽ കിണിക്കണ്ട. എന്റെ ബാഗിൽ നിന്ന് ചാർജറും എടുത്തേ. അത് ചാർജ് ചെയ്തിട്ട് കാര്യമില്ല, അതിന്റെ ഡിസ്പ്ലേ അടിച്ചു പോയതാ. ഇനിയിപ്പൊ ചേച്ചിനെ ഞാൻ എങ്ങനെ വിളിക്കും? എന്നെ കുറിച്ച് ഒരു വിവരം അല്ലെങ്കിൽ ചേച്ചി ടെൻഷൻ അടിക്കും. അല്ലെങ്കിൽ തന്നെ ഗർഭിണിയാ. എന്താ ചെയ്യാ? എന്റെ ഫോണിൽ വിളിച്ചോ? ആ ബെസ്റ്റ്. എന്നിട്ട് വേണം ഞാനും താരം ഒന്നിച്ചാന്ന് ചേച്ചി അറിയാൻ. എൻ്റെ വേറെ ഫോണുണ്ട്, ആ നമ്പർ ആർക്കും അങ്ങനെ അറിയില്ല. ഇതൊന്ന് വിളിച്ചോ? വിളിച്ചാ കൊഴപ്പാവോ? നിന്റെ ജീവൻ രക്ഷിച്ചതും പിന്നെ സ്വന്തം ഭാര്യ ഒന്ന് നുണ പറഞ്ഞ് റൂം എടുത്താന്നും നിനക്ക് കുഴപ്പമില്ല. ഫോൺ ചെയ്യാൻ മാത്രം വിശ്വാസം കുറവ്. വേണമെങ്കിൽ വിളിച്ചാൽ മതി. ശരി, ഞാൻ വിളിച്ചോളാം. ഹലോ
ഹലോ ചേച്ചി, ഞാനാ ത്രിവേണി. മോളെ നീ ഇതെവിടെയാ? ഞാൻ എത്ര നേരമായി നിന്നെ തിരക്കുന്നറിയോ? എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചു നോക്കിയെന്നറിയോ? നീ ഇതെവിടെയാ? എനിക്ക് ഒരു കുഴപ്പമില്ല ചേച്ചി, ഞാൻ ഓക്കെയാ. ഇവിടെ റോഡ് മുഴുവൻ മണ്ണിടിഞ്ഞെടുക്കാം. മിക്കവാറും നാളെ വൈകിട്ട് എനിക്ക് അവിടെ എത്താൻ പറ്റൂ. നീ ഒറ്റയ്ക്ക് എങ്ങനെ വരും? ഞാൻ ഒറ്റയ്ക്കല്ല ചേച്ചി, എൻ്റെ കൂടെ ഫ്രണ്ട്സും ഉണ്ട്. അവരെ നേരത്തെ വിളിച്ചു നോക്കിയപ്പോ നീ ആ കൂട്ടത്തിൽ ഇല്ല എന്നാണല്ലോ പറഞ്ഞത്. ചേച്ചി ഫ്രണ്ട്സിനെ വിളിച്ചെന്ന്. നിങ്ങൾ 2 ടീമായി സ്പ്ലിറ്റായി പോയെന്ന് പറ. ശരി. ആ ചേച്ചി, അതെ, ഞങ്ങൾ 2 ടീമായിട്ട് സെപ്പറേറ്റ് ആയി പോയി. എല്ലാവരും സേഫ് ആയിട്ടുണ്ട് ചേച്ചി. പിന്നെ ഫോൺ വിളിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുക എല്ലാവരും. ഞാനിവിടെ താമസിക്കുന്ന ഹോട്ടലിന്റെ റിസപ്ഷനിൽ നിന്ന് വിളിക്കുന്നത്. ശരി, നീ എന്തേലും ഉണ്ടെ വിളിക്കണം കേട്ടോ. എന്തായാലും വിളിക്കാം ചേച്ചി. ശരി മോളെ. ത്രിവേണിയാ, അവള് സേഫാ. എനിക്കിപ്പോഴാ സമാധാനമായത്. ഞാൻ പറഞ്ഞല്ല അവണി, അവള് വിളിച്ചോളൂ ഒന്ന്, വെറുതെ ടെൻഷൻ അടിച്ച്. മാളോ, നീ നമുക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തേ. നന്നായിട്ട് നുണ പറയാൻ അറിയാലേ. എനിക്കൊന്ന് ഫ്രഷ് ആവണമായിരുന്നു. ഞാൻ എടുക്കണോ? എടുക്കൊന്നും വേണ്ട, പിടിച്ചോണ്ടൊന്ന് പോയാൽ മതി. സത്യം പറഞ്ഞ അവള് കുറച്ച് മുൻപ് എന്നെ വിളിച്ചത്. അവള് വിളിച്ചു കഴിഞ്ഞിട്ട് എന്റെ ശ്വാസം ഒന്ന് നേരെ വീണു അച്ഛാ. അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്. നാളെ വൈകിട്ട് തന്നെ തിരിച്ചു കയറും അവള്. അവിടെ ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ട്. താമസിക്കുന്ന സ്ഥലത്തെ നമ്പറിൽ നിന്ന് എന്നെ വിളിച്ചത്. ആ, ഇനി അവള് വിളിക്കുമ്പോ ഞാൻ കോൺഫറൻസ് കോൾ ഇടാച്ചാ. ശരി എന്നാ. എന്താ കിടക്കുന്നില്ലേ? ആ, ഞാൻ കിടക്കാൻ തുടങ്ങുമായിരുന്നു. ഇന്നിപ്പോ ഇത്രയും ടെൻഷൻ അടിച്ച ദിവസമല്ലേ? ഒറ്റക്ക് കിടക്കണ്ട, ഒന്നാമത് ത്രിവേണി ഇല്ലാത്തല്ലേ. ഒന്നില്ലെങ്കിൽ ഞാനും ഇവിടെ വന്ന് കിടക്കാം, അതല്ലെങ്കിൽ നീ എൻ്റെ കൂടെ റൂമിൽ വന്ന് കിടന്നു. വേണ്ട, എൻ്റെ കൂടെ മാളും ഉണ്ടല്ലോ കിടക്കാൻ. മാളും അബിയൊക്കെ എപ്പോഴേ ഉറങ്ങി. അതൊന്നും സാരമില്ല, ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം. അതൊന്നും ഞാൻ സമ്മതിക്കൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് നിന്റെ കൂടെ ഒരാളെങ്കിലും റൂമിൽ വേണം. ഞാനെന്നാ ബെഡ്ഷീറ്റ് എടുത്തിട്ട് വരാം. ഞാൻ താഴത്താണെങ്കിൽ കിടന്നോളാം. എന്തായാലും നീ ഒറ്റയ്ക്ക് കിടക്കണ്ട ഇവിടെ. ഞാൻ പോരാം. അപ്പൊ എല്ലാം ഓക്കെ, ഞാൻ അപ്പുറത്ത് കിടന്നോളാം, നിങ്ങളിവിടെ കിടന്നു. അച്ഛാ, ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഞങ്ങൾ അമ്മയുടെ കൂടെ കിടന്നാലോന്ന്. നീ പോയാലും കിടന്നു, ഇവിടെ കിടന്നാ മതി. മനുഷ്യനെ ഇവിടെ എങ്ങനെയെങ്കിലും ഒരു കണക്കിനാണ് കഴിഞ്ഞ് എത്തണത്. ഞാൻ ചുമ്മാ പറഞ്ഞ അച്ഛാ, അച്ഛൻ പൊയ്ക്കോ. പുതപ്പ് പറയണേ അവിടെ ഉണ്ടാവും. ആ, അഞ്ജു, നീ എന്താ ഇവിടെ? അല്ല, ഏട്ടത്തി ഒറ്റയ്ക്കല്ലേ? കൂട്ടിയെടുക്കാൻ വന്നതാ. ത്രിവേണി ഇല്ലല്ലോ. അല്ല, നിങ്ങൾ രണ്ടും 2 റൂമിലാന്ന് എനിക്കറിയാം. അപ്പൊ ഏട്ടത്തിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ, അതാ ഞാൻ വിചാരിച്ചു കൂട്ടിയെടുക്കാന്ന്. ഇപ്പൊ ഇവിടെ ആള് വന്നില്ലേ, നിങ്ങളെന്നാ മുറിയിൽ പോയി കിടന്നോ. അയ്യോ, ഏട്ടനെ വീടൊക്കെ എടുക്കാൻ വന്നായിരുന്നോ? എന്നാ ഞാൻ പോയിക്കോളൂ ഏട്ടാ. വേണ്ട, 5 ഇവിടെ കിടന്നാ മതി. നിങ്ങളെന്നാ നിങ്ങളുടെ റൂമിൽ പോയി കിടന്നോ, ഇവിടെ 5 ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ 2 ഒന്നിപ്പിക്കാം ഞാൻ. എന്നാ കിടക്കേട്ടത്തി. ആ,
സമയം എത്രേ? എനിക്കതിനറിയാം, അതുകൊണ്ട് വാച്ച് വെച്ചിട്ടുണ്ട് ചോദിക്കുന്നത്. കൊറേ ആയി, ലേറ്റ് ആയി. അച്ഛൻ പിന്നെയും വന്നാ? പോയി കിടക്കച്ചാ, ലേറ്റ് ആയി. ഇനി എന്തോന്ന് ഉറങ്ങാൻ? നീ കിടക്കാൻ കൂട്ടു. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ അപ്പുറത്തെങ്ങാനും പോയി കിടക്ക്, ഞാൻ ഇവിടെ ഒറ്റ കിടക്കട്ടെ. അച്ഛാ എന്തു പറ്റി? അമ്മ ഓടിച്ചുട്ടോ? ഓടിച്ചൊന്നും വിട്ടൊന്നുമില്ല. ആ 5 ഇവിടെ കിടക്കാൻ വേണ്ടി നിൽക്കണം. 5 കുഞ്ഞമ്മയോ? ആ കുഞ്ചു കഞ്ചമ്മന്നെ. എങ്കിൽ അച്ഛൻ ഇവിടെ തന്നെ കിട, അതാ നല്ലത്. അച്ഛന്റെ പിറക്കാതെ പോയ സഹോദരി ഇല്ലേ, പണിയാവുക.